തോറ്റതും നിറമാറിയതൊക്കെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ. ആ കുറവ് ഞാനങ്ങ് സഹിച്ചു. ഓക്കെ അലീന, താങ്ക് യു. ജോബിൻ, സോറി. നീ ഇരിക്കെ. ഞാൻ എന്റെ സങ്കടവും നിരാശയൊക്കെ കൊണ്ട് പറഞ്ഞു പോയതാ ജോബിൻ. പ്ലീസ് ഡോണ്ട് മേക്ക് എ സീൻ. ശരിയാണ്, നിന്റെ ലൈഫാണ്, നിന്റെ ഇഷ്ടങ്ങളാണ്, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ ജോബിൻ, ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നീ ഇപ്പൊ തോറ്റു കൊടുക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിന്റെ മമ്മിയെ വിഷമിപ്പിക്കാതിരിക്കാം. പക്ഷേ ഏത് തോൽവിക്കും വേണം ഒരു അന്തസ്. ഞാനും നീയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ മാളുവിന്റെ ബേസിക് പ്രോബ്ലം. കഷ്ടകാലത്തിന് അതിന്റെ ഇടയിൽ ക്യാഷിന്റെ ഇഷ്യൂ ഉണ്ടായി. അതൊഴിച്ച എന്തായിരുന്നു മാളുവിന് നിനക്ക് നേരെ ആരോപിക്കാനുണ്ടായിരുന്ന കുറ്റം? നത്തിങ്. ഒരു കുറ്റം ആരോപിക്കാനില്ലാത്ത വളരെ ജെന്റിലും സിൻസിയറുമായ ഒരാള്. അയാളെയാണ് മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് മോശക്കാരനാക്കിയത്. പ്രൊഫഷനിൽ നിനക്കൊരു സൗഹൃദം പാടില്ല എന്ന് പറയാൻ അവൾക്ക് റൈറ്റ് ഉണ്ട്, ബിക്കോസ് ഷീസ് യുവർ വൈഫ്. പക്ഷെ അതേ സ്വാതന്ത്ര്യം നിനക്ക് അങ്ങോട്ട് ഈ റിലേഷനിൽ കാണണ്ടേ? എങ്കിലല്ലേ അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള റിലേഷൻ ആണെന്ന് പറയാൻ പറ്റൂ. നോക്ക്, നമ്മുടെ സൗഹൃദമാണ് മാളുവിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ എന്തുകൊണ്ട് അപ്പുവുമായുള്ള റിലേഷൻ ഈ ഒരു ഇഷ്യൂ ആക്കുന്നില്ല? ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ ഇവിടെ കാരണന്മാര് പറയുന്നത്. അപ്പുവും മാളുമായിട്ടുള്ള സൗഹൃദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ദ ഡേ വൺ എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഈ ഭൂമിയിൽ ജനിച്ച അന്ന് മുതൽ തുടങ്ങിയത്. അത്തരം സെന്റിമെന്റ്സ് ഒക്കെ വിട്. അത് പറയാനാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ നിന്നോട് പറയേണ്ടി വരും. എടാ, അപ്പുവും മാളുവും ഒരുമിച്ച് ഒരേ ദിവസം ജനിച്ചവര്, ഒരു പാത്രത്തിലുണ്ട്, ഒരു പായയിൽ കിടന്ന് ഒരുമിച്ച് വളർന്നവര്, സമ്മതിക്കുന്നു. പക്ഷെ അന്നൊക്കെ അപ്പുവും മാളും രണ്ട് പെൺകുട്ടികൾ മാത്രമായിരുന്നു. പിന്നീട് എപ്പോഴോന്ന് വെച്ചാ അവരുടെ നല്ല പ്രായത്തില്, ഐ മീൻ ആണെന്താ പെണ്ണെന്താന്ന് തിരിച്ചറിയുന്ന പ്രായത്തില് അതിലൊരുത്തി ആണായി മാറിയതാടാ. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സൗഹൃദത്തിന്റെ റൂട്ട് മാപ്പ് എങ്ങനെയായിരിക്കുമെന്ന്. അലീന, നീ ഇതൊരു തവണ പറഞ്ഞത്. അതേടാ, പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരോട് പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്നാ എന്റെ ടെൻഷൻ. എടാ മോനെ, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അപ്പോ ആണാണെങ്കിലും ബയോളജിക്കലി പെണ്ണാണെന്ന് പറഞ്ഞായിരിക്കും നീ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ മോനെ, ആണാവാൻ തീരുമാനിച്ചൊരു പെണ്ണിന് അവളുടെ മനസ്സാണ് ആ ജെൻഡർ. ഇന്നു മുതൽ താനൊരു ആണാണെന്ന് അപ്പു വിശ്വസിച്ചു തുടങ്ങിയോ അന്നു മുതൽ അപ്പു ആണും മാളു പെണ്ണുമാണിടാ. പിന്നെ രണ്ട് പെൺകുട്ടികളെന്ന ബയോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അതൊരു മറയാ. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണി. അലീന, what do you mean? Yes, I mean what I said. ഇനി ഇതിലും വ്യക്തമായി പറഞ്ഞു തരാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന നിന്റെ തൊലി പൊള്ളി അടർന്നു പോകും നാണക്കേടുകൊണ്ട്. എന്റെ പൊന്നു കൂട്ടുകാരാ, തുറന്നു പറയുന്നോണ്ടൊന്നും തോന്നരുത്. അപ്പോ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കൂടെ നടക്കുന്നിടത്തോളം കാലം നിനക്കൊരു കുഞ്ഞിന്റെ അച്ഛനാവാൻ കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ആദ്യത്തെ എങ്ങനെ അബൌട്ട് ആയതെന്ന് എനിക്ക് ഏതാണ്ടൊക്കെ ഒരു ചിത്രം മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, ബയോളജിക്കലി ഇപ്പോഴും പെണ്ണാണെന്ന ഒരു വിലാസം അവര് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഇതിപ്പോ നീ ഇഷ്യൂ ആക്കണമെന്ന് ഞാൻ പറഞ്ഞൊന്നുമല്ല. സൂക്ഷിച്ചാ ഇതൊക്കെ കണ്ടു മോനെ. ഇല്ലെങ്കിൽ ഭാര്യയുണ്ടെന്ന് ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കാന്നല്ലാതെ നിനക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നർത്ഥം. അലീന, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം. ഓക്കെ, നിനക്കിത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ സത്യ, അതും ഒരു പെണ്ണിന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട്. എന്റെ അഭിപ്രായം നീ ഫൈനലായിട്ട് കാണുമൊന്നും വേണ്ട. നിനക്ക് പരിചയമുള്ള വേറെ ഏതൊരു പെണ്ണിന്റെ അടുത്തൊന്നും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. എല്ലാരും ഇത് തന്നെയാണ് പറയുന്നുണ്ടെങ്കിൽ അതില് കാര്യമുണ്ടെന്ന് മാത്രം കൂട്ടിയാ മതി. എടാ, എനിക്കിപ്പോ അവളോട് പ്രത്യേകിച്ച് വൈരാഗ്യോ വിരോധമോ ഒന്നുമില്ല. പക്ഷെ നീ പൊട്ടനാവരുത്. ബിക്കോസ് എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. നിന്നെ ആരും പറ്റിക്കുന്നതും ചതിക്കുന്നതും എനിക്ക് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പെണ്ണും ആ ചെറുക്കനും തമ്മിലുള്ള സൗഹൃദം അത്ര നല്ലതല്ല.
വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് ആ റിലേഷൻ സ്കിപ്പ് ചെയ്യാൻ പറ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനേ നിന്നെ ഇൻസൾട്ട് ചെയ്തുള്ളൂ. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു സൊസൈറ്റി മുഴുവനും നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് കേൾക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഓക്കെ, ലെറ്റ്സ് ലീവ്. ആഹാ, അപ്പോ എന്താ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ നീ? പിന്നെ അറിയാതെ, ഞാൻ കുറച്ചാൾ മുമ്പ് കൂടി ഇവിടെ വന്നതല്ലേ. കൂട്ടുകാരി ഉള്ളപ്പോ മാത്രമല്ലേ നീ ഇങ്ങോട്ട് വരാറുള്ളൂ. അല്ലാതെ എന്നെ കാണാൻ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒറ്റ വരവിന് രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റുമെങ്കിൽ അതല്ലേ സന്തോഷം. ആരാ ഡേസമ്മ വന്നത്? അപ്പു അമ്മച്ചി. ആ, ഈ കൊച്ചായിരുന്നോ? എന്നാത്തിനാ വന്നത്? അത് പിന്നെ അപ്പുവിന് ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ അമ്മച്ചി. മാളുമില്ല എന്റെ ഇവിടെ. അവള് റൂമിലുണ്ടപ്പോ, ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ പോയി കണ്ടോളാം. ട്രേസി അമ്മച്ചി എന്താ അറിയാത്ത മട്ടിൽ നിൽക്കുന്ന? ഓ, അറിഞ്ഞിടത്തോളം ഞാൻ എന്നാ മിണ്ടാനാ. അതെ, കൂട്ടുകാരിയെ കാണാൻ വന്നത് കൊള്ളാം. അവളെയും വിളിച്ചോണ്ടങ്ങ് സർക്കിട്ടിടങ്ങ് ഇറങ്ങിയേക്കരുത്. ആന്താ അമ്മച്ചി, മാളുവിന് വയ്യായ്ക വല്ലതുണ്ടോ? അവക്ക് ഒരു കുഴപ്പമില്ല. ഇനി വന്നവരായിട്ട് കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അക്കാര്യം ഓർത്ത് അമ്മച്ചി പേടിക്കണ്ട. അപ്പു വന്നെന്ന് കരുതി മാളൂന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം ആന്റി. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ ഡേസമ്മ. എന്താ ഇതുപോലുള്ള ശല്യങ്ങളെ എന്നാത്തിനാ വീട്ടിൽ കയറ്റി സൽക്കരിക്കാൻ നിൽക്കുന്നേ? വരുമ്പോ എന്നായെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുന്നതിന് പകരം അമ്മച്ചി അപ്പുവിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറയാൻ നിൽക്കണ്ടെന്ന് ഞാനും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. മാളു ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാരണക്കാരി അപ്പുവും കൂടിയാ. അമ്മച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ അപ്പുവിനോട് മിണ്ടണ്ട, പോരെ? എക്സ്ക്യൂസ് മീ. ആ അപ്പു, മാഡം ബിസിയാണോ? എന്ത് സർപ്രൈസാ ഇത്? കുറച്ചു മുമ്പ് ഞാൻ നിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. നീ മനസ്സിൽ കണ്ട ഞാനത് മാനത്ത് കാണുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ മതി മതി. എന്താ അപ്പൊ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ? ഏയ് ഒന്നുമില്ല, നിന്നെയും ആന്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ വന്നതാ. ഡേസി ആന്റി കണ്ടോ? ഉവ്വ്, ആന്റിയും കണ്ടു, ട്രേസി അമ്മച്ചിയും കണ്ടു. എന്റെ ഈ വരവ് പതിവ് പോലെ ട്രേസി അമ്മച്ചിക്ക് പിടിച്ചിട്ടില്ലെന്ന് ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലായി. അതൊന്നും നീ ശ്രദ്ധിക്കാൻ പോണ്ട. വാ ഇരിക്കേ. ആ പിന്നെ എന്തൊക്കെയാ? നന്ദൻ സാറിനെ പിന്നെ കണ്ടായിരുന്നോ? ആ, ഞാൻ അമലീച്ചയായിട്ട് സാറിനെ പോയി കണ്ടിരുന്നു. ആതിരയുടെ മരണശേഷം ആദ്യമായിട്ട് ആ മുഖത്തൊരു ചിരി കാണുന്ന ഇന്നലെയാ. പാവം, പെങ്ങളെ കൊന്നവന് ഉചിതമായ ശിക്ഷ കിട്ടുന്ന അറിയുമ്പോ അത്രയെങ്കിലും ഒരു ആശ്വാസമാവുമല്ലോ. ഫിലിപ്പോ സ്വാധീനം ഉപയോഗിച്ച് കോടതിയിലെ കേസ് അട്ടിമറിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാ നന്ദൻ സാർ പറയുന്നത്. പക്ഷെ ഏതറ്റം വരെ പോയാലും ഉചിതമായ ശിക്ഷ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള വാശിയില്ല സാർ. അതുകൊണ്ട് നഷ്ടപ്പെട്ടൊന്നും സാറിന് തിരിച്ചു കിട്ടില്ല. എങ്കിലും ആതിരയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനമുണ്ട്. ഇനി ജാമ്യത്തിൽ ഇറങ്ങി പഴയതുപോലെ അയാൾ വല്ല ദുഷ്ടത്തരവും ചെയ്യോ അപ്പോ? എനിക്ക് അതൊക്കെ ആലോചിച്ചൊരു ടെൻഷൻ ഇല്ലാതില്ല. അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇനി അതുപോലുള്ള അതിബുദ്ധിക്കൊന്നും അയാൾ മെനക്കെടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. നിനക്കൊന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ? ഇല്ല. എന്തേ? നമുക്കൊന്ന് പുറത്തു പോവാം. ഞാൻ റെഡി. എന്താ അപ്പോ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ടോന്ന് ചോദിച്ചാ ഒരു ചെറിയ വിശേഷം. എന്താ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം. നീ വേഗം റെഡിയാവുക, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ നീ ഒന്നും പറയാത്ത? എന്താ നിന്റെ പ്രശ്നം? പറയടാ. എന്നെ കുറച്ചു നാളത്തേക്ക് കാണാതിരുന്ന നിനക്ക് സങ്കടാവോ മാളു? ഏയ്, ഭയങ്കര സന്തോഷായിരിക്കും. ആ സന്തോഷം കൊണ്ട് കാണുന്നവർക്കെല്ലാം ഞാൻ ലഡ്ഡും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുക്കും.
കൂട്ടത്തിൽ നിനക്കുള്ള പാഴ്സൽ വെക്കാം. എന്താ പോരെ? നീ തമാശകളാ. ഐ എം സീരിയസ്. കുറച്ചുനാള് എല്ലാവരിൽ നിന്നും ഞാനൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കാം. എന്താ നിനക്ക് പറ്റിയത്? എല്ലാവരിൽ നിന്നും ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? തെളിച്ചു പറപ്പോ. ഈ നാട്ടിൽ നിന്ന് തന്നെ കുറച്ചുനാൾ മാറി നിൽക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യമുണ്ട് മാളു. ഒരു ചേഞ്ച് ഞാനും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനു മുമ്പേ ഞാൻ പോയേനെ. അപ്പോഴാ ആതിരയുടെ കാര്യവും പിന്നെ നീയും ജോബിനുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. ആ 2 കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിട്ടാകാന്ന് കരുതി യാത്ര മാറ്റിവെച്ചതാ. ഇപ്പോ ആ 2 കാര്യങ്ങൾ സെറ്റിലായി കഴിഞ്ഞു. ഇനി എനിക്ക് സമാധാനത്തോടെ പോവാം. അപ്പോ നീ എങ്ങും പോകുന്നില്ല? അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ വിട്ട് അങ്ങനെ ഓടി ഒളിക്കാൻ പറ്റുമോ നിനക്ക്? ശരിയാണ്, ഇങ്ങനൊരു മാറി നിൽക്കൽ ആവശ്യമായ ഒരുപാട് ഘട്ടങ്ങൾ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ നീ പൊരുതി നിന്നു. പറ്റാതായപ്പോ അമ്പി മാമന്റെ സഹായത്തോടെ മാറി നിന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോ എല്ലാവരിൽ നിന്നും അങ്ങനെ മാറി നിൽക്കേണ്ട സാഹചര്യം നിനക്ക് എന്താ ഉള്ളത്? മാറി നിൽക്കണമെന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നില്ല. ആ ഫിലിപ്പോസിന്റെ കേസിൽ നിന്നെ അകറ്റി നിർത്താൻ BP ആയിട്ട് തന്നെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആയിരുന്നു ഇത്. അന്ന് ഇതൊരു ട്രാപ്പായിട്ട് തോന്നിയെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. എങ്ങോട്ടാ നീ മാറാൻ ഉദ്ദേശിക്കുന്നത്? BPയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂരില്, ഒരു ഡോക്ടർ മഹേഷ് വർമ്മ. ആള് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും BP പോലെ വലിയൊരു മോട്ടിവേറ്ററോ. എന്നെ അങ്ങോട്ട് പാക്ക് ചെയ്തോളാൻ BPക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അത്ര പുള്ളിക്കാരൻ. അവിടെ സ്റ്റഡീസും ട്രീറ്റ്മെന്റും ഒക്കെ കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പോസിന്റെ ഇഷ്യൂ ഒതുങ്ങിയതോടുകൂടി BPക്കും അമ്മയ്ക്കും ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന മട്ടാണ്. പക്ഷേ കിട്ടിയ അവസരം ഞാൻ മുതലെടുക്കാൻ തീരുമാനിച്ചു. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയ സ്ഥിതിക്ക് കുറച്ചുകാലം മാറി നിൽക്കുന്നേ നല്ലതെന്ന് മനസ്സ് പറയുന്നു. ഇവിടെ ആതിരയുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് നന്ദൻ സാറിന്റെ നിളച്ചേച്ചിയുടെ വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ അവരെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ അപ്പോ? നിന്റെ കാര്യം ആലോചിക്കുമ്പോ പോണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ നീ പോയാൽ എനിക്ക് പിന്നെ ആരും ഇല്ലാത്തൊരു ഫീലാ അപ്പോ. ആരുമില്ലെന്നോ? നിനക്കോ? നിനക്ക് എല്ലാരും ഉണ്ട് പെണ്ണെ. എല്ലാരും ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അവർക്കൊന്നും നീയാവാൻ കഴിയില്ലല്ലോ അപ്പോ. മനസ്സ് വല്ലാതെ ഒറ്റപ്പെടുമ്പോ ഒരു ഫോൺ കോളിനപ്പുറം അല്ലെങ്കിൽ ഒന്ന് ഓടിയെത്താവുന്ന ദൂരത്ത് നീ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം എപ്പോഴും. ഇപ്പൊ കുറച്ചു നാളത്തേക്കാണെങ്കിലും ആ തണലും നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒന്നാലോചിച്ചാ ചെന്നിരിക്കാൻ കൂടുതൽ തണലുകൾ ഇല്ലാത്ത തന്നെയാണ് നല്ലത്. അപ്പോഴേ പൊരുതി നിൽക്കാൻ നമുക്കൊരു ഊർജം കിട്ടും. നീ പറഞ്ഞ പോലെ എനിക്കും ഈ തണല് പ്രിയപ്പെട്ടതാ. പക്ഷെ മുന്നിൽ പൊള്ളുന്ന ചൂടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചു കാലത്തേക്ക് ഞാൻ തനിച്ചാവുന്നു. തിരിച്ചെത്തുന്നത് അപ്പു എന്ന പുരുഷനായിട്ട്, ഇൻ ഓൾ സെൻസ്. അപ്പോഴേക്കും നീ 1-2 മക്കളെയൊക്കെ പെറ്റുകൂട്ടി നല്ല ലക്ഷണമൊത്തൊരു വീട്ടമ്മയായി ഡോക്ടറുടെയും ഡേസി ആന്റിയുടെയും കാര്യം നോക്കി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. അപ്പോ പോവാൻ തന്നെ നീ തീരുമാനിച്ചോ? എന്നത്തേക്ക് യാത്ര? ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, എന്നാലും അടുത്ത് തന്നെ ഉണ്ടാവും. ഇക്കാര്യം VPയുമായിട്ട് വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. ഹോർമോൺ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും എബ്രോഡ് ചാടാൻ വകുപ്പുണ്ടെങ്കിൽ അതും നോക്കണം. ഓൾ ദ ബെസ്റ്റ്. എവിടെയാണെങ്കിലും നിന്നെ ഞാൻ മിസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ മിസ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോ. ഹലോ ജോബിൻ. ആ മമ്മി, എന്തെടുക്കുക? ജോലിയിലാണോ? ഏയ്, ജോലിയൊക്കെ ഒരുവിധം തീർത്തു. ഞാൻ വെറുതെ ഇരിക്കുക. എന്താ ജോബിൻ വിളിച്ചത്? ഞാൻ വെറുതെ വിളിച്ചാ മമ്മി. ലഞ്ച് ബ്രേക്കിന് വന്നപ്പോഴാ മമ്മിയുടെ മിസ് കോൾ കണ്ടത്. അത് നീ കഴിക്കാൻ വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നിന്റെ വരവും പോക്കും ഒക്കെ ഇപ്പൊ വിളിച്ചു ചോദിച്ചല്ലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ.
ഓ അങ്ങനെ. അല്ല മമ്മി, മാളു എന്തെടുക്ക? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഉറങ്ങാണോ അവള്? ഏയ്, അവളിവിടെ ഇല്ലല്ലോ. ഇല്ലേ? എവിടെ പോയി? കുറച്ചു മുമ്പ് അപ്പു വന്നിരുന്നു. രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. പോ, എന്തിനാ വന്നത്? അപ്പു വെറുതെ വന്നതാ. മാളു തിരിച്ചു വന്ന ശേഷം അപ്പു വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട്, അതുകൊണ്ട് വന്നതാവും. അപ്പോ എപ്പോഴാ വന്നത്? ഉദ്ദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും. എന്താ ജോബിൻ? ഏയ്, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. രണ്ടുപേരും പുറത്തു പോയിട്ട് ഒരുപാട് നേരമായോ? ആ, അപ്പു വന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ രണ്ടുപേരും കൂടി പുറത്തുപോയി. ലഞ്ചിന് കാണുമെന്ന് ചോദിച്ചപ്പോ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോ വരാൻ ലേറ്റ് ആവൂല്ലേ? ആ, രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ഒക്കെ ചുറ്റിക്കറങ്ങാൻ പോയതാവും. പോയിട്ട് വരട്ടെ. എത്രയെന്ന് കരുതിയാ മാളു തനിച്ചിവിടെ ഇരുന്ന് ബോറടിക്കുന്നത്? നീ ഒന്നുകൂടൊന്ന് മാളുവിനെ വിളിച്ചു നോക്ക്. ചിലപ്പോ ഫോൺ ബാഗിലോ മറ്റോ സൈലന്റ് മോഡിൽ കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ അപ്പുവിനെ വിളിച്ചോ. രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചുണ്ടല്ലോ. അവര് പോയിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിന്നല്ലേ മമ്മി പറഞ്ഞത്? അതെ. എന്താ ജോബിൻ? ഒന്നുമില്ല. ശരി മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ആ, അവള് വരുമ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഹലോ ജോബിൻ. എനിക്ക് ഉറപ്പുണ്ട് ഹിമ, ജോബിൻ സ്വന്തം മനസ്സോടെ അല്ല മാളുവിനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന്. അവൻ അവന്റെ മമ്മിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്താണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. മമ്മിക്ക് വേണ്ടിയോ ഡാഡിക്ക് വേണ്ടിയോ അയാൾ ആർക്ക് വേണ്ടിയെങ്കിലും കോംപ്രമൈസ് ചെയ്യട്ടെ. വൈ ഷുഡ് യു ബോദർ? നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലോസ് ചാപ്റ്റർ ആണ്. അത് വെറുതെയാണ് ഹിമ. ജോബിൻ എന്ന പുസ്തകം ഞാൻ അത്ര വേഗമൊന്നും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്തെന്നറിയോ നിനക്ക്? എന്താ കാരണം? അതിൽ എനിക്കൊരു പ്രിയപ്പെട്ട അധ്യായമുണ്ട്. എത്ര ആവർത്തി വായിച്ചാലും എനിക്ക് മടുക്കാത്തൊരു പ്രണയത്തിന്റെ ചാപ്റ്റർ. വായിക്കും തോറും ആ വരികളോടുള്ള ഇഷ്ടം കൂടുകയേ ഉള്ളൂ. നിനക്ക് നല്ല ഒന്നാന്തരം വട്ടാണ് മോളെ. ഈ വട്ടിന് കൊള്ളാവുന്ന ഡോക്ടറെ ഉടനെ കൺസൾട്ട് ചെയ്യാ വേണ്ടത്. ഇല്ലെങ്കിലേ ഇത് വഷളായി നിന്റെ ലൈഫിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, അത് ബാധിക്കും. അത് ഷുവറാണ്. ബാധിക്കുന്നെങ്കിൽ ബാധിക്കട്ടെ വക്കീലേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ ഭ്രാന്ത് എന്നെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്. ജോബിനെയും അവന്റെ കെട്ടിയോളെയും പിന്നെ അവന്റെ മമ്മി. അല്ലെങ്കിൽ വേണ്ട, അതൊരു പാവാ, അവരെ ഒഴിവാക്കാം. ജോബിന് മാളു അത് മതി. അതും കൊണ്ട് ഈ അലീന പോകും. ആർ യു സീരിയസ് അലീന? പ്രൊഫഷണലി നീ ഒരു ഡോക്ടറാണ്. ചില നേരത്തെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോൾ ടു ബി ഫ്രാങ്ക് നീ വല്ലാതെ സബ്സ്റ്റാൻഡേർഡായി പോകുന്നുണ്ടോന്ന് എന്നെനിക്ക് തോന്നുന്നു. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല ഒന്നാന്തരം തറ ലെവല്. അതല്ലേ കവി ഉദ്ദേശിച്ചത്? എങ്കിലത് സത്യമാണ്. അങ്ങനെ ആ ലെവലിലോട്ട് ഞാൻ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ എനിക്ക് എന്റേതായ റീസൺ ഉണ്ട് വക്കീലെ. എന്ത് റീസൺ? ഒരു റീസണും ഇല്ല. നോക്കലീന, പഠിച്ചിരുന്ന കാലത്ത് ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നുന്നതോ പിന്നെ അതൊരു അഫെയറായി മാറുന്നതോ ഒന്നും പുതുമയുള്ള കാര്യമല്ല. ലവും ലവ് ഫെയിലിയറും ഒക്കെ ഭൂമി മലയാളത്തിൽ ആണും പെണ്ണും ഉണ്ടായ കാലം മുതൽക്കേ ഉള്ള പ്രതിഭാസമാണ്. പക്ഷെ സ്നേഹിച്ച ഒരാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു പോയെന്ന് വെച്ച് അയാളുടെ ഫാമിലി ലൈഫ് കോഞ്ഞാട്ടയാക്കാൻ നോക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. നിന്നെപ്പോലെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഈ ചീപ്പ് പരിപാടി ചേർന്നതല്ല. വിട്ടുകളാ അലീന, അവർ എങ്ങനെയെങ്കിലും പിഴച്ചോട്ടെ. അതെ, അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പിഴയ്ക്കണം, പിഴച്ചു പോണം. ഇത്രയും നേരം ഞാൻ വായിട്ടലച്ചത് വെറുതെ. ഇത്രയും ക്രൂരയാവാൻ പാടില്ല മനുഷ്യർ. ഇത് ക്രൂരതയൊന്നും അല്ല വക്കീലെ, ഒരു തമാശ. കുഞ്ഞുനാളില് നമ്മൾ നോക്കി വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ടോയ് അല്ലെങ്കിൽ ട്രോഫിയോ മിനിറ്റുകളുടെ വ്യത്യാസത്തില് വേറെ ഏതെങ്കിലും കുട്ടികളെ സ്വന്തമാക്കിയാ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? എന്താ അതിന് പറയാ? ഒരു തരം നഷ്ടബോധം. അതിനേക്കാൾ വിലപിടിപ്പുള്ളൊരെണ്ണം നമുക്ക് പിന്നീട് കിട്ടിയേക്കാം. എന്നാലും അതായിരുന്നെങ്കിൽ പൊളിച്ചനെന്നൊരു തോന്നലില്ലേ? ഒരു കുഞ്ഞ് അസൂയയോടെ നമ്മൾ അതേക്കുറിച്ച് വീണ്ടും പറഞ്ഞു ഓർത്തു ഇരിക്കും. അങ്ങനെ ഒരു തരം ഇഷ്ടം എനിക്ക് ഡോക്ടറോട്. അവനെ സ്വന്തമാക്കിയ പെണ്ണിനോട് ഒരു തരം മുടിഞ്ഞ അസൂയ.